പിന്നെ ഈ വീടിൻ്റെ വാസ്തു അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും നോക്കണില്ല. അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് എനിക്ക് അതിലൊന്നും വിശ്വാസമല്ല. പിന്നെ ഞാൻ വെച്ച് കൊടുക്കുന്ന ഒരു വീടാണ്. ഇനിയിപ്പോൾ ഇത് ഫുള്ള് വാസ്തു നോക്കി വെച്ച് കൊടുത്താലും ആൾക്ക് ഡയാലിസിസും ഈ പ്രശ്നങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. അതെന്തായാലും നമ്മൾ തന്നെ നോക്കണം അല്ലേ? ഇപ്പോൾ എൻ്റെ അമ്മൂൻ്റെ അച്ഛനെയും അമ്മേനെയും ഞങ്ങൾ നോക്കണ പോലെ തന്നെ അവർ ജീവിതാവസാനം വരെ ഞങ്ങൾ അവരെ നോക്കണം. ഞങ്ങളുടെ എല്ലാ പ്രൊജക്റ്റും കാണിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളിത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഞങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊരു പാവപ്പെട്ടവർക്ക് ഒരു 500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ഞങ്ങൾ വെച്ച് കൊടുക്കുന്നു ഫ്രീ ആയിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോഴും മെസ്സേജ് വരാറുണ്ട്. റെഗുലറായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഞങ്ങളെ വീഡിയോ കാണുമ്പോൾ ഞങ്ങളുടെ പല ക്ലയൻസ് ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഇവര് വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഇത് ഇടുന്നത്. അല്ലാതെ ഞങ്ങളിതിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. നേരെ മറിച്ചിട്ട് ഒരു നെഗറ്റീവ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ചിലപ്പോൾ 3K 4K കയറും. ഒരു വീട് പൊളിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ കാണും. പക്ഷേ നമുക്കൊരു അവാർഡ് കിട്ടിയതിന് 300 വ്യൂ ഉള്ളൂ. നല്ല കാര്യങ്ങളൊന്നും ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ കാണില്ല. നെഗറ്റീവ് കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ അത് കണ്ടെങ്കിലും ഞങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് മനസ്സിലായിട്ട് ആ വീട് പൊളിക്കുന്ന വീഡിയോയിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. ഇന്നത്തെ ഈ വരവ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഷെരീഫ് കെട്ടിയ കയറ് ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ജയരാജേട്ടനും ഷെരീഫും നമ്മളെ വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് കെട്ടിയതാണ്. ആ കയർ എന്തിനാ കെട്ടിയെന്നുള്ളത് ഇപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 1-2 വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ മൈലപ്പുറ ഒരു അച്ഛനും അമ്മേനെയും അതായത് സ്വന്തമായി ഏറ്റെടുത്ത് അവർക്ക് ഒരു വീട് പൂർണ്ണമായി നിർമ്മിച്ച് നൽകുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിന് കുറ്റിയടിക്കാനും ആ വീടിൻ്റെ വർക്ക് തുടങ്ങാനായിട്ടാണ്. ജയരാജനും ടീമും ഇന്നലെ പോയിട്ടുണ്ട് കേട്ടോ. ഈ അച്ഛന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കയറ് കെട്ടിയിരിക്കണത്. ഇത്രയും മരുന്ന് കഴിക്കണം. എനിക്ക് അവര് പറയുക 750 മില്ലി വെള്ളമേ കുടിക്കാൻ പാടുള്ളൂ. ഡയാലിസിസ് ചെയ്യുമ്പോൾ അത്രയല്ലേ കുടിക്കാൻ പാടുള്ളൂ. അല്ല കുഞ്ഞെ, ഇത്രയും ഗുളിക കഴിക്കണം, ഞാൻ എത്ര വെള്ളം കുടിക്കണം തൊണ്ടെന്ന് താഴെ പോകണമെങ്കിൽ? അത് ശരിയാ. ഇത്ര മരുന്ന് കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ 750 മില്ലിമേ മതി. എനിക്ക് ഞാൻ പറയല്ലേ, എനിക്ക് ഇതെല്ലാം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് ഒരു 4-5 ദിവസം അവിടെ താമസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ ഡയാലിസിസ് നിർത്തും. ഓർമ്മയായിട്ട് പറയുക. എന്തിന്? അല്ലേ, എനിക്ക് ഒരാഗ്രഹം, അത് നമ്മുടെ വീടൊന്ന് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വീടിപ്പോൾ നമ്മൾ 2 മാസം കൊണ്ട് വീട് റെഡിയാവും. അത് അപ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി ഒക്കെ ഇല്ല, കുറച്ച് കഴിയുമ്പോൾ കഴിക്കാം. ഞാൻ കഴിച്ച് ഇത് നമ്മൾ ചിലത് ഈ ബിൽഡിങ് നമ്മുടെ ലൈനിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരും. നല്ല ബിൽഡിങ്ങിൻ്റെ ആണ് മിന്നാണ്. പക്ഷെ അത് നല്ല കട്ടിലാണല്ലോ അല്ലേ? പുതിയതാ? പുതിയതല്ല, അവര് 10 പാലിയേറ്റീവ് പേഷ്യൻ്റ് കൊണ്ട് 10-15 മേടിച്ചേ സഹായിച്ചു. അങ്ങനെ ഈ ബെഡ് റെഡിനായിട്ടുള്ളവർക്ക് കൊടുക്കാൻ. ഈ കഴുത്തത്തെ അതിഞ്ഞ് മാറ്റിയിട്ട് കയ്യുമ്മിക്കാക്കണം അല്ലേ? അല്ല, ഇനി നമ്മുടെ വരുന്നത് കഴുത്തിന്. കാരണം എനിക്ക് നീര് കയറുന്ന കാരണം. എന്നാലും ഇപ്പോൾ കാലുമേന്നപ്പോൾ അത്ര നീരില്ലല്ലോ. അതിത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഡയാലിസിസ് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും നീര് വരും. ആഴ്ചയിൽ 3 പ്രാവശ്യം. ഇങ്ങോട്ട് നീരുണ്ട് ഈ ഭാഗത്ത്. എന്നാലും പണ്ടത്തെ എല്ലാം കഴിക്കാൻ പറ്റുമോ? അങ്ങനെ കഴിക്കാന്ന് പറഞ്ഞാൽ പ്രോട്ടീനുള്ള ഗുളിക വേറെ കുടിക്കല്ലേ? അല്ല, അതൊരു ഇഞ്ചക്ഷൻ. അതിന് ചെയ്യണം. അതിന് ചെക്ക് ചെയ്യാന്ന് 2 ആഴ്ച മുമ്പ് എഴുതി തന്നു. അത് ടെസ്റ്റ് ചെയ്താൽ ഈ റൂമിൽ ആരും കിടക്കില്ല അല്ലേ? 3150 സ്ക്വയർ ഫീറ്റിന് ശേഷം ഞങ്ങൾ ചെയ്യണ 450 സ്ക്വയർ ഫീറ്റിൻ്റെ ബേസ്മെൻ്റാണ് കേട്ടോ അത്. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്ത വീടിൻ്റെ ഹാൾ തന്നെ ഏകദേശം 800 സംതിങ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. ആ ഹാളിൻ്റെ പകുതി സ്ഥലത്താണ് നമ്മളൊരു വീട് നിർമ്മിക്കാൻ പോകുന്നത്. ഈ വീട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതാണ്. ഏകദേശം ഒരു 12 ബെഡ്റൂം സൈസ് വരുന്നത്. വലിയൊരു ബാത്റൂമും വരും. കാരണം നമ്മളെ ഈ വീടിൻ്റെ പർപ്പസ് മെയിനായിട്ട് നല്ലൊരു ബെഡ്റൂമും നല്ലൊരു ബാത്റൂമും. അത് കഴിഞ്ഞിട്ട് ഒരു ഓപ്പൺ കിച്ചൺ ആൻഡ് ഹാള്, ഒരു ചെറിയ സിറ്റ് ഔട്ട്,
ഇത്രയും ഉൾപ്പെടുന്നതാണ് ഈ ഒരു വീട് കേട്ടോ. ഞങ്ങൾ ഒരുപാട് വീടുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു വീട്ടുടമസ്ഥനോ അവരുടെ ഒരു റിലേറ്റീവോ ഇല്ലാതെ ഫുള്ളായിട്ട് ഞങ്ങൾ തന്നെ നിന്ന് കുറ്റിയടിച്ച് ചെയ്യുന്ന കേട്ടോ. ഞങ്ങളും അതേപോലെ ജയരാജേട്ടനും നമ്മൾ 2-3 വർക്കേഴ്സും ഉണ്ട്. അതൊരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ. കാരണം ഈ വീട് ഞങ്ങൾ തന്നെ നിർമ്മിച്ചു കൊടുക്കുന്നത് ഞങ്ങളുടേതായ എക്സ്പെൻസിൽ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് പിന്നെ അവർക്ക് തീരെ വയ്യ. ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതായതുകൊണ്ടാണ് കേട്ടോ ആരും ഇല്ലാത്തത്. അവരിപ്പോൾ നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടില്ലേ, അതായത് ഡയാലിസിസ് ഒക്കെ ചെയ്യണ ആൾക്ക് നടക്കാനും ഇതിനൊന്നും വയ്യ. അമ്മയ്ക്ക് അതേപോലെ സ്ട്രോക്കൊക്കെ വന്നിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട് അവർക്കും ഉണ്ട്. പിന്നെ ആളൊറ്റയ്ക്കാക്കിയിട്ട് അവർക്കോട്ട് വരാനും പറ്റില്ല. അപ്പോൾ ഈ വീട് ഞങ്ങളാണ് ചെയ്ത് കൊടുക്കണത്. അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായി കഴിഞ്ഞാൽ ഞങ്ങളിഷ്ടത്തിനാണ് ചെയ്യണത്. അതെ, അവർക്കിത് അഭിപ്രായങ്ങളൊന്നുമില്ല. ഏറ്റവും മിനിമൈസ് ചെയ്ത് ചെയ്യാനാണ് പറയണത്. അവർ പറയണത് ഒരു റൂമും ഒരു ബാത്റൂമും മാത്രം മതി എന്നാണ്. കാരണം നമ്മളെ ഇവരുടെ ഫസ്റ്റ് വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം, 10-10 ഒരു റൂമിൽ ഒരു ബാത്റൂമും അടുക്കളയും അങ്ങനെയായിരുന്നു ഞങ്ങളെ ഫസ്റ്റ് അവർ കാണുന്ന സമയത്ത് അവർ താമസിച്ചുകൊണ്ടിരുന്നിരുന്നത്. വളരെ മോശമായ അവസ്ഥയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നിരുന്നത്. അത് കണ്ട് നമ്മൾ ആദ്യം ഇവർക്ക് വീട് കയറ്റി കൊടുക്കണതിന് പകരം, കാരണം നമുക്കൊരു വീട് കയറ്റുക എന്ന് പറയുമ്പോൾ അതൊക്കെ ഓൺ ദ സ്പോട്ടിലെടുത്ത തീരുമാനങ്ങളാട്ടോ, അല്ലാണ്ട് ഇതൊന്നും ആലോചിച്ചിട്ട് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ ആ സെയിം ഡേ ഞങ്ങൾ ചെയ്തത് അവർക്കൊരു ഇപ്പോൾ താമസിക്കാനൊരു വീട് റെൻറ്റിന് എടുത്തു കൊടുക്കുക എന്നുള്ളതാണ്. ആ റെൻറ്റിന് ഞങ്ങൾ എടുത്തു കൊടുത്ത വീടാണ് നിങ്ങൾ ആദ്യം കണ്ടത്. ഇതിനു മുൻപേ വീട് പണി തുടങ്ങണമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചതാണ്. പക്ഷേ അവിടെ അച്ഛന് സുഖമില്ലാതെ ആയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏകദേശം ഒരു 10-15 ദിവസം കടന്നു. അവർ അയ്യപ്പ മെഡിക്കൽ കോളേജ് പത്തനംതിട്ടയിലായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ജസ്റ്റ് വീട്ടിലെത്തിയത്. കൂടാതെ ഇവിടെ കറണ്ട് വെള്ളം ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഒന്ന് സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. അതും അവരില്ലാത്ത ഇത് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പത്തനംതിട്ട മൈലപ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അച്ഛന് വയ്യാത്ത കാരണം കൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ഓരോ ആൾക്കാരെ വിളിച്ച്, അതായത് അവർക്കും അവിടെ ഒരു പരിചയമില്ല. അപ്പോൾ നമ്മൾ ഓരോ ആൾക്കാരെയും അറേഞ്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ കറണ്ടും വെള്ളം അവർ തന്നെ ഓരോ കോണ്ടാക്ട് തന്നിട്ടാണ് അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം ഇതിനൊന്നും നമുക്ക് ഓരോ ദിവസത്തിനും ദൂരം പോകാനും പറ്റില്ലല്ലോ. ഇപ്പോഴും ഡിസ്ചാർജായി വീട്ടിൽ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ആഴ്ചയിൽ 3 ദിവസം കണ്ടിന്യൂസ് ഇവർ ഡയാലിസിസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പോൾ കുറവുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദിവസം ഡയാലിസിസ് ലേറ്റ് ആയി കഴിഞ്ഞാൽ നീര് വെച്ച് മൊത്തം നീര് വരും. ആകെ ആൾക്ക് നടക്കാനും നീക്കാനും ഒന്നിനും വയ്യാത്തൊരവസ്ഥ. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയുടെയും സ്ട്രോക്ക് വന്നിട്ട് ഒന്ന് താങ്ങാനും കൂടി ഒരാളില്ലാന്ന് പറയല്ലോ. നമ്മൾ പല സമയത്തും ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അതേപോലെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാനൊക്കെ ഒന്നുമില്ലെങ്കിൽ ഷെരീഫിനെ അല്ലെങ്കിൽ ജയരാജനെ ഹോസ്പിറ്റലിൽ പറഞ്ഞാക്കിയ. കാരണം ഞങ്ങൾക്ക് എല്ലാ സമയത്തും എത്തിപ്പെടാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതിപ്പോൾ എൻ്റെ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും കൂടി എനിക്ക് പറ്റാറില്ല. ഞങ്ങൾ കോട്ടയത്താകുമ്പോഴും അമ്മേനെ ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടത്. അമ്മ രണ്ടമ്മമാരും പാടെ കൂടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുക. അതേപോലെ തന്നെ നമുക്ക് പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ജയരാജനെ അല്ലെങ്കിൽ ഷെരീഫിനൊക്കെ വിട്ടിട്ട് നമ്മൾ ഇവരെ സഹായിക്കുക. പിന്നെ ജയരാജേട്ടനും വർക്കേഴ്സും ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വർക്ക് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഇവിടെ അമ്മ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അതുതന്നെ വർക്കേഴ്സിന് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. കാരണം അവർ തന്നെ പണി കഴിഞ്ഞ് പിന്നെ പോയി ഫുഡ് ഉണ്ടാക്കുമ്പോൾ അവർക്കൊരു മടുപ്പാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ പോയി കഴിഞ്ഞാൽ 3 നേരം ഫുഡ് അവർ തന്നെയാണ് കൊടുക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ ഇവർക്ക് എടുത്തു കൊടുത്ത വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു കട റൂമിൻ്റെ മുകളിൽ ഒരു വീടും കൂടി ഉണ്ട്. ആ വീടാണ് ഇപ്പോൾ നമ്മൾ ജയരാജനും ഇവർക്കൊക്കെ താമസിക്കാനായിട്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഈ സൈറ്റിലൊരു പ്രശ്നമല്ല. പിന്നെ ഞങ്ങൾക്ക് പേടിക്കാനുള്ള എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടില്ല, ഇത്രയും ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരത്താണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വല്ല സാധനങ്ങൾ നമ്മളെ ടൂൾസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല. ഇതൊന്നും ഇവിടെ ഇട്ട് പോകാൻ ധൈര്യമില്ല. പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഇവിടെ ഇനി ഒരു ഷെഡ് അടിക്കാനുള്ള സ്ഥലം കൂടി ഇല്ല. ആകെ 4.5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. റോഡ് ഒരുപാട് ഹൈറ്റിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പിന്നെ ഈ അടുത്തുള്ള വീട്ടുകാരെ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. അതൊന്ന് വന്ന് പരിചയപ്പെടുത്താനായിട്ട് അവർക്കും വരാൻ പറ്റില്ല. ഇപ്പോൾ അടുത്തുള്ള ആൾക്കാർ എന്താ വിചാരിക്കണമെന്നും കൂടി ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ സ്കെച്ച് നോക്കി സാധാരണ വിടണേക്കാളും കൂടുതൽ സ്ഥലങ്ങൾ വിട്ടിട്ടാണ് ചെയ്യണത്. കാരണം എന്താ വെച്ചാൽ ഇനി ഭാവിയിൽ ഒരു അതിർത്തി പ്രശ്നമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ആരും പറയാൻ പാടില്ല. അപ്പോൾ ഇവർക്ക് ഏറ്റവും ചെറിയൊരു വീട് മതി എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ വീടിൻ്റെ വാസ്തു അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും നോക്കണില്ല. അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ ഒന്നാമത് എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. പിന്നെ ഞാൻ വെച്ച് കൊടുക്കുന്ന ഒരു വീടാണ്. ഇനിയിപ്പോൾ ഇത് ഫുള്ള് വാസ്തു നോക്കി വെച്ച് കൊടുത്താലും ആൾക്ക് ഡയാലിസിസും ഈ പ്രശ്നങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. അതെന്തായാലും നമ്മൾ തന്നെ നോക്കണം അല്ലേ. ഇപ്പോൾ എൻ്റെ അമ്മൂൻ്റെ അച്ഛനെയും അമ്മേനെയും ഞങ്ങൾ നോക്കണ പോലെ തന്നെ അവരെ ജീവിതാവസാനം വരെ ഞങ്ങൾ അവരെ നോക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇനി വാസ്തുവിൽ വെച്ച് വെച്ചിട്ട് ഇപ്പോൾ ഇനി അവരെ രോഗങ്ങൾ മാറുമെന്ന് ഞാൻ വിശ്വസിക്കണില്ല.
അപ്പോൾ ഏറ്റവും ചെറിയ സ്ഥലമാണ്. അപ്പോൾ അതിൽ ഏറ്റവും നല്ലൊരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് കന്നിമൂല അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ളതെല്ലാം ബേസിക് കാര്യങ്ങൾ. ഇപ്പോൾ ഒരു വീടിൻ്റെ വാസ്തുപ്രകാരം ഇപ്പോൾ കിച്ചണും കാര്യങ്ങളും അതൊക്കെ നമ്മൾ നോക്കും. അതല്ല ഈ ചില ആൾക്കാരുണ്ടല്ലോ ചുറ്റളവ് അങ്ങനത്തെ കാര്യങ്ങൾ. എനിക്കതിലൊന്നും തീരെ വിശ്വാസമല്ല. ഇനിയിപ്പോൾ എൻ്റെ സ്വന്തം വീടാണ്, ഞാൻ താമസിക്കുന്ന വീടാണെങ്കിൽ ഞാൻ അത് നോക്കില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ എൻ്റെ ടോയ്ലറ്റ് ആൾക്കാർ വെക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പൊസിഷനിലെ അതിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് 2 വർഷം മുന്നേ. അതായത് അപ്സ്റ്റെയർ എൻ്റെ വീട് കോൺക്രീറ്റ് ചെയ്താണെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ആ ചെയ്ത വീട്ടിൽ ഒരാളും ചെയ്യാത്ത സ്ഥലത്തേക്കാണ് ഞാൻ ക്ലോസറ്റ് തിരിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഞാൻ എന്ന് അങ്ങനെ വെച്ചോ, അതായത് അത് വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡ് ഈ കോൺക്രീറ്റിൻ്റെ ഇത് ഈ കേരളത്തിൽ ചെയ്യാൻ തുടങ്ങിയത്. എനിക്കും എൻ്റെ വൈഫിനും അന്ന് മുതൽ വെച്ചടി കയറ്റാണ്. അത് നിങ്ങൾക്ക് വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാലോ. അപ്പോൾ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വിശ്വസിക്കാം. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. എനിക്ക് അങ്ങനെ വെച്ചോണ്ട് എനിക്കൊരു ദോഷം ഇതുവരെ സംഭവിച്ചിട്ടുമില്ല. ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും നാളെ പറ്റുകയാണെങ്കിൽ തന്നെ ഞങ്ങളത് അങ്ങനെ വെച്ചിട്ടാണ് പറ്റിയെന്നുള്ളത് ഞാൻ ഒരിക്കലും ചിന്തിക്കണില്ല. കാരണം അങ്ങനെ ചിന്തിക്കുമ്പോഴാണല്ലേ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതല്ലേ. ഞാൻ നല്ലൊരു വിശ്വാസിയായിരുന്നു കേട്ടോ. അതും വേണമല്ലോ പറയാം. 10-12 കൊല്ലം ശബരിമലയ്ക്ക് പോയ ആളാണ്. അതായത് ഓരോ പ്രാവശ്യം പോകുമ്പോഴും 10-20,000 രൂപയൊക്കെ എക്സ്പെൻസാണ്. ഞാൻ, എൻ്റെ അമ്മ, അമ്മൂൻ്റെ അച്ഛൻ, അങ്ങനെ നമ്മൾ സ്വന്തം വണ്ടിയിൽ എണ്ണയൊക്കെ അടിച്ച് പോകുമ്പോൾ ഒന്ന് ശബരിമല പോയി വരണമെങ്കിൽ മിനിമം ഒരു 10-20,000 ഉറുപ്യ 20ൻ്റെ മുകളിൽ ചിലവാകും. കാരണം ഇന്ന് പെട്രോൾ വണ്ടിയാണല്ലോ. അങ്ങനെ പോണ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. അതായത് എത്ര ശമ്പളം ഉണ്ടെന്നുണ്ടെങ്കിലും ഇതേവരെ രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചിലവാക്കിക്കൊണ്ടിരുന്നിരുന്ന പൈസ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസ്സമാധാനമുണ്ട്. പിന്നെ ചിലവർ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വലിയ വീട് കിട്ടുമ്പോൾ ഈ ചെറിയ വീടുകളൊക്കെ തഴയുകയാണോ എന്ന്. ഇന്നലെയും കൂടി ഞങ്ങളുടെ ഒരു ക്ലൈൻറ്റ് അങ്ങനെ ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, വലിയ വീട് ചെറിയ വീട് എന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ ക്ലൈൻറ്റിനെ ഞങ്ങൾ നോക്കും. ക്ലൈൻറ്റിൻ്റെ ക്യാരക്ടറും അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രൊജക്റ്റും എടുക്കാത്തത്. ഇപ്പം നമ്മൾ 300 സ്ക്വയർ ഫീറ്റിൽ ആലപ്പുഴയിൽ ജോധുവിനൊരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ജോധുവിൻ്റെ അവിടുത്തെ വെള്ളത്തിൻ്റെ ഈ പ്രശ്നം കൊണ്ടും വെള്ളക്കെട്ട് കൊണ്ടുമാണ് അവിടുത്തെ വർക്ക് തീരാത്തത്. പിന്നെ ചില ആൾക്കാർക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ ലാഭവും നഷ്ടം ചോദിക്കാൻ ഒരുപാട് വ്യക്തികളുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഞാനിത് ലാഭത്തിനാണ് ഞാനും അമൃതയും ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഏറ്റെടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഉണ്ടോ? ഇപ്പോഴും നമുക്ക് ബുക്കിങ്ങിനായിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ട്. അതായത് 3000-4000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടടക്കം വിളിച്ചിട്ടും കൂടി നമ്മൾ എടുക്കണില്ല. കാരണം ഞങ്ങളിതൊക്കെ കമ്മിറ്റഡാണ്. ഇപ്പോൾ ഈ വീട് വെച്ച് കൊടുക്കുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ മനസ്സിൻ്റെ സ്വന്തം തൃപ്തിയാണ്. ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണം തന്നെ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാ പ്രൊജക്റ്റും കാണിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളിത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഞങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊരു പാവപ്പെട്ടവർക്ക് ഒരു 500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് ഞങ്ങൾ വെച്ച് കൊടുക്കുന്നു ഫ്രീ ആയിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോഴും മെസ്സേജ് വരാറുണ്ട്. റെഗുലറായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പിന്നെ ഈ ഞങ്ങളെ വീഡിയോ കാണുമ്പോൾ ഞങ്ങളുടെ പല ക്ലയൻസ് ഞങ്ങളോട് ഇവർ ചോദിക്കാറുണ്ട്. വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഇത് ഇടുന്നത്. അല്ലാതെ ഞങ്ങളിതിപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. നേരെ മറിച്ചിട്ട് ഒരു നെഗറ്റീവ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ചിലപ്പോൾ 3K 4K കയറും. ഒരു വീട് പൊളിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ കാണും. പക്ഷേ നമുക്കൊരു അവാർഡ് കിട്ടിയതിന് 300 വ്യൂ ഉള്ളൂ. നല്ല കാര്യങ്ങളൊന്നും ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ കാണില്ല. നെഗറ്റീവ് കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ അത് കണ്ടെങ്കിലും ഞങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് മനസ്സിലായിട്ട് ആ വീട് പൊളിക്കുന്ന വീഡിയോയിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു സംസാരിക്കാറുണ്ട്. എന്നാലും നമ്മൾ നെഗറ്റീവിനാണ് അതുകൊണ്ടാണ് ഈ മാധ്യമങ്ങളൊക്കെ ഈ കണ്ടിട്ടില്ലേ 24 മണിക്കൂർ ഇവർ നെഗറ്റീവ് മാത്രം പറഞ്ഞിരിക്കുന്നത്. അവർക്ക് വ്യൂവേഴ്സ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നെഗറ്റീവ് തന്നെ വേണം. ഇപ്പം നമുക്കും തന്നെ ഇത് ആൾക്കാർ ഒരുപാട് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ വ്ളോഗർമാർ ചെയ്യണത് എന്തൊക്കെ നമുക്ക് ചെയ്യാം. നമ്മൾ ഉദ്ദേശം അതല്ലാത്തതുകൊണ്ടും നമുക്ക് ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണതാണ് ഈ കാര്യങ്ങളൊക്കെ. അതോട് ഇതെന്തിനാണ് നിങ്ങളോട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ എന്നോട് ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കാര്യം പറയും. ചില ആൾക്കാർ പറയും പുറത്താണ് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യോ അല്ലേ, അങ്ങനെയൊക്കെ ചോദിക്കാറില്ല എന്നോട്. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് പറയുകയാണ്. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുള്ളായിട്ട് അതായത് എല്ലാ ഇൻവെസ്റ്റും ഞങ്ങൾ തന്നെ ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ഏറ്റെടുക്കാണ്ടിരുന്നാൽ പോരാ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഞങ്ങളുടെ ഓരോ വീടും ഒരു യൂണീക്ക് പീസായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെയും കൂടി ഉത്തരവാദിത്തമാണ്, ഞങ്ങളുടെയും കൂടി ക്വാളിറ്റി കഴിഞ്ഞിട്ടുള്ള ബാക്കി കാര്യമുള്ളൂ.